അതുകൊണ്ട് തന്നെ എന്താണ് ഇനി ഒരു അയൽവക്കത്തക്കാരൻ എങ്ങനെയെങ്കിലും ഒന്ന് ഉയർന്നു വരുമ്പോൾ അവൻ അള്ളാഹു എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം അള്ളാഹു നൽകി, അല്ലെങ്കിലോ അവന്റെ മക്കളെ അള്ളാഹു ഒന്ന് ഉയർത്താൻ നോക്കിയാൽ എന്റെ മോൻ അങ്ങനൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് അവന്റെ മോന് നശിക്കണം, എന്റെ അയൽവക്കക്കാരന് നശിക്കണം, എനിക്ക് അല്ലെങ്കിൽ സമ്പത്തുണ്ട്, എനിക്ക് കാറുണ്ട്, എനിക്ക് മണിമാളികയുണ്ട്, എന്റെ അയൽവക്കക്കാരന് വരാൻ പാടില്ല, എന്റെ സഹോദരങ്ങൾക്ക് വരാൻ പാടില്ല എന്നൊരു ചിന്താഗതി നിന്റെ മനസ്സിൽ വരുന്നുണ്ടോ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ലാ യുഖ്ബിറു അഹദുക്കും, നീ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവനായി മാറണം. അതൊരു മുഅ്മിനായ മനുഷ്യന്റെ ക്വാളിഫിക്കേഷൻ ആണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, അറഅയ്തല്ലദീ യുകല്ലിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം